നമസ്കാരം. രഞ്ജിസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ LDC 2024 എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ 75ഓളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ എല്ലാം കാണുവാൻ വേണ്ടി ഈ പറയുന്ന ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം കാണാം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 244/23 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡുള്ള 2023 ഡിസംബർ 23-ാം തീയതി ചോദിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് എന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏത് പോർഷനിൽ നിന്നുള്ളതാണ്. റിപ്പോർട്ട് സ്പീച്ച് പറയുന്ന നമ്മുടെ പോർഷനിൽ ചോദ്യമാണ്. ഓക്കെ, എന്താണ് ചോദ്യം? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? അല്ലെ, നിങ്ങൾ ഇന്നലെ എവിടെയാണ് പോയത്? ദ പോലീസ്മാൻ ടോൾഡ് ദ ബോയ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കാം, പോലീസ്മാൻ ആണ് പറഞ്ഞത്. ആരോട്? ബോയിയോട്. നമുക്ക് ടോൾഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലമാണ്, പാസ്റ്റ് ടെൻസിൽ പറഞ്ഞൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെർബ് എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇവിടുത്തെ വെർബിന്റെ ടെൻസ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നോക്കാം, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് ഏത് തരം സെനൻസ് ആണ്? ഒരു ഇൻട്രോഗേറ്റീവ് സെനൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഇൻട്രോഗേറ്റീവ് സെനൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ടോൾഡ് അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് മാറ്റി നമ്മൾ ആ സ്ഥാനത്ത് ആസ്ക്ഡ് എന്ന് ആക്കണം. അപ്പൊ എങ്ങനെ വരും? ദ പോലീസ്മാൻ ആസ്ക് ദ ബോയ് എന്ന് വരും. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ? നോക്കുമ്പോൾ എ എന്ന് പറയുന്നത് തുടങ്ങിയിരിക്കുന്നത് പോലീസ്മാൻ ടോൾഡ് ദ ബോയ് എന്ന് പറഞ്ഞു. അത് തെറ്റാ. ഇവിടെ നോക്കുമ്പോൾ ദ പോലീസ്മാൻ ആസ്ക് എന്ന് ഈ നമുക്ക് പരിഗണിക്കാം. ദ പോലീസ്മാൻ ആസ്ക് സിയും നമുക്ക് പരിഗണിക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടോൾഡ് വന്നു, നമുക്ക് വിട്ടാം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ 2 ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നീട് നമ്മുടെ ഉള്ളത് ബിയും സിയുമാണ്. ഇനി ഇവിടെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താണ്. അപ്പം ദ പോലീസ്മാൻ ആസ്ക് ദ ബോയ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്നത് നോക്കുക. ഈ തന്നിരിക്കുന്നത് ഇൻട്രോഗേറ്റീവ് സെനൻസ് ആണ്, നമുക്ക് മനസ്സിലായി. ഏത് തരം ഇൻട്രോഗേറ്റീവ് സെനൻസ് ആണ്? ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ്. അപ്പൊ അത്തരത്തിൽ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആണോ ആ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എടുത്ത് നമ്മൾ എഴുതും. അപ്പൊ വേർ, ഇവിടെ നോക്കാം, ഇവിടെ രണ്ടിടത്തും വേറുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ളവയെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റും. സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് വെച്ചാൽ എന്താ? സബ്ജക്റ്റ് പ്ലസ് അല്ലെ, സബ്ജക്റ്റ് പ്ലസ് പിന്നെ ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ബാലൻസ്. ഈ രീതിയിലാണ് വരേണ്ടത്. അപ്പൊ ആദ്യം സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ഏതാ? യു ആണ്. അത് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഈ ഡിഡും ഗോയിങ് ഓക്സിലറി പ്ലസ് വെർബ്, ആ ഡിഡും ഗോയിങ് നമ്മൾ എഴുതുന്നു. ഡിഡ്, എന്നിട്ട് യെസ്റ്റർഡേ. അപ്പം യു ഡിഡ് ഗോ യെസ്റ്റർഡേ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എന്ത് മാത്രമേ ചെയ്തുള്ളൂ? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റിയതേ ചെയ്തുള്ളൂ, മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ അങ്ങനെ എഴുതി വെച്ചാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിപ്പോർട്ട് ചെയ്യുക കൂടെ വേണം. അപ്പൊ യു ആണല്ലോ സബ്ജക്റ്റ്, അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ആരോടാ പറയുന്നത്? അല്ലെങ്കിൽ ചോദിച്ചത് ബോയിയോടാ. അപ്പൊ ബോയ് ഒരു പുരുഷനായതുകൊണ്ട്, ഒരു എന്താണ് മസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ട് നമുക്ക് ഹി എന്ന് പറയാം. ബോയ്ക്ക് പകരം നമുക്ക് ഹി. അപ്പൊ വേർ ഹി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ്, ഇവിടെ ഡിഡ് ഉണ്ട് സഹായക്രിയായിട്ട്. ആ ഡിഡ് എന്തായി മാറ്റണം? ആഡായി മാറ്റണം. ഡിഡ് പ്ലസ് വെർബ്, ഡിഡ് പ്ലസ് വെർബ് ആണല്ലോ. അത് ഏത് ടെൻസാ? സിമ്പിൾ പാസ്റ്റ് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി. കാരണം ഈ ചോദിച്ചത് കഴിഞ്ഞ കാലത്തിലാണ്. അപ്പൊ കഴിഞ്ഞ കാലത്തിൽ ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ടെൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ആ ടെൻസിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. അതായത് ഹാഡ് പ്ലസ് V3 എന്നാക്കി മാറ്റണം. അപ്പൊ ഹാഡ്, ഡിഡിന് പകരം നമ്മൾ ഹാഡ് എഴുതുന്നു. എന്നിട്ട് ഈ വെർബിന്റെ V3 ഫോം, ഗോയുടെ V3 ഫോം എന്താണ്? ഹാഡ് ഗോൺ എന്ന് പറയും. അല്ല, ഇവിടെ നോക്കാം വേർ ഹി വെന്റ് എന്ന് എഴുതി തെറ്റി. ഇവിടെ നോക്കുമ്പോൾ ഹാഡ് ഗോൺ. ദ പോലീസ്മാൻ ആസ്ക് ദ ബോയ് വേർ ഹി ഗോൺ. പിന്നെ യെസ്റ്റർഡേ എന്തായി മാറണം? ദ പ്രീവിയസ് ഡേ എന്നായി മാറണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. എന്ത്? ദ പോലീസ്മാൻ ആസ്ക് ദ ബോയ് വേർ ഹി ഹാഡ് യെസ്
ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം. ദ അത്ലറ്റ് ഡാഷ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്ലറ്റ് ഗ്രൗണ്ടിൽ കിടന്നു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ക്രൈഡ് ഫോർ ഹെൽപ്പ്, ഹെൽപ്പിന് വേണ്ടി, സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു. ഇവിടെ കിടന്നു എന്ന് വരണം. നമുക്കറിയാം കിടക്കുക എന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? ലൈ ആണ്. LIE ലൈ. അപ്പൊ LIE ലൈക്ക് കിടക്കുക എന്നൊരു അർത്ഥമുണ്ട്. പിന്നെ കള്ളം പറയുക എന്നൊരു അർത്ഥം. കിടക്കുക, കള്ളം പറയുക. ഈ പറഞ്ഞ രണ്ടർത്ഥവും പറയുമ്പോൾ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം എന്തുണ്ട്? V2, V3, V2, V3 ഉണ്ട്. ലൈ കിടക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നപ്പോൾ അതിന്റെ V2 എന്തായിരിക്കും? A ആയിരിക്കും. അതിന്റെ V3 എന്തായിരിക്കും? ലെയിൻ ആയിരിക്കും. LIN ലെയിൻ. എന്നാൽ ഇവിടെ ലൈഡ്, ലൈഡ് എന്നാണ്. കള്ളം പറയുക എന്ന് പറയുമ്പോൾ ലൈഡ് ലൈറ്റ്. ഇവിടെ കിടക്കുന്ന അർത്ഥത്തിൽ ലൈ ലേ ലേ. ഓക്കെ. ഈ ലേ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ V2 ആയിട്ട് വന്നിരിക്കുന്ന ലേ, അത് V1 ആയിട്ട് വരാം. എന്താ? ഇടുക എന്നർത്ഥത്തിൽ. അതിന്റെ V2 V3 എന്തായിരിക്കും? ലെയ്ഡ് ആയിരിക്കും. ലെയ്ഡ്. പഠിച്ചു വെക്കണം. ഇവിടെ കിടന്നു എന്നാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലേ ആണ് വരേണ്ടത്. കറക്റ്റ് A എന്ന്. അപ്പം ദ അത്ലറ്റ് ലേ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ. A എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഫൈൻഡ് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. ഫൈൻഡ് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന വേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ. ഷഫർ, കാംഫ്ലോജ്, ഡിക്ലറേഷൻ, ഒനമറ്റോപിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ D എന്ന് പറയുന്ന ഓപ്ഷനാണ് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഇക്കും എക്കും ഇടയ്ക്ക് ഐയും നല്ല ശരിയാവത്തു. ഷഫർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഡ്രൈവർ, പ്രൊഫഷണൽ ഡ്രൈവർ എന്നാണ് ഷഫർ കൊണ്ട്. ഡിക്ലറേഷൻ നമുക്കറിയാമല്ലോ, പ്രഖ്യാപനം. കാമഫ്ലേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വഞ്ചന, ചതി എന്നൊക്കെ അർത്ഥം. എന്താണ് ഒനമറ്റോപിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം വാക്കുകൾ ഫോം ചെയ്യുന്നത് പലതരത്തിലാണ്. ചില വാക്കുകൾ ഫോം ചെയ്യുന്ന എന്തിനനുസരിച്ചായിരിക്കും? ശബ്ദത്തെ അടിസ്ഥാനപ്പെടുത്തി. ചില വാക്കുകൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പേര്. ഉദാഹരണത്തിന് നമ്മൾ കുക്കു എന്നൊരു വേർഡിനെ വിളിക്കും. എന്തുകൊണ്ടാണ്? അതെന്ത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്? കു കു എന്ന ശബ്ദം ഉണ്ടാക്കുന്നത് അതിന് കുക്കു. അപ്പൊ കാക്കയെ നമ്മൾ ക്രോ എന്നാ പറയും. എന്തുകൊണ്ടാണ്? അതിന്റെ ശബ്ദത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവനെ ക്രോ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത്തരത്തിൽ സൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തിനെങ്കിലും നെയിം, പേര് കൊടുക്കുമ്പോൾ ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒനമറ്റോപിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ D ആണ്. കാരണം ഇതാണ് തെറ്റിക്കിടക്കുന്നത്. ഇക്കും എക്കും ഇടയ്ക്ക് ഐ. അടുത്ത ചോദ്യം നോക്കുക. ദി ഇഡിയം ഓൺ ദ ട്രോട്ട്. എന്താണ് ഓൺ ദ ട്രോട്ട് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം? എന്താണ്? കോൺസിക്യൂട്ടീവ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ദ വേർഡ് കാറ്റോപ്ട്രോഫോബിയ മീൻസ്. കാറ്റോപ്ട്രോഫോബിയ എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അത് എന്തിന്റെ ഭയത്തെയാണ് പറയുന്നത്? ഇതാണ് ചോദ്യം. എന്തായിരിക്കും? ദ ഫിയർ ഓഫ് മിറേഴ്സ് ആണോ? ദ ഫിയർ ഓഫ് ഹെയർ ആണോ? ദ ഫിയർ ഓഫ് തണ്ടർ ആണോ? കാറ്റ്സ് ആണ്. ഏതായിരിക്കും? ദ ഫിയർ ഓഫ് മിറേഴ്സ് ആണ്. കണ്ണാടിയെ അല്ലെങ്കിൽ പ്രതിബിംബത്തെ ഭയക്കുന്നതിനെ നമ്മൾ എന്ത്? കാറ്റോപ്ട്രോഫോബിയ എന്ന്. എന്താണ് ദ ഫിയർ ഓഫ് മിറേഴ്സ്? സോറി, അതിപ്പോൾ നമ്മൾ പറഞ്ഞു. എന്താണ് ദ ഫിയർ ഓഫ് ഹെയർ? ഇതായിരിക്കും. ദ ഫിയർ ഓഫ് ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ട്രിക്കോഫോബിയ. ട്രിക്കോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസിസ്റ്റന്റ് ഫിയർ ഓഫ് ഹെയർ. എന്താണ് അസ്ട്രോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻ ഇന്റൻസ് ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്. അവിടെ പറഞ്ഞിട്ടുണ്ട് തണ്ടർ ആൻഡ് ലൈറ്റ്. ദ ഫിയർ ഓഫ് തണ്ടർ, അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസ്ട്രോഫോബിയ എന്ന്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. എലറോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് കാറ്റ്സ് ആണ്. ഓഫ് കാറ്റ്സ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലറോഫോബിയ എന്ന്. എലറോഫോബിയ ഈസ് ഫിയർ ഓഫ് കാറ്റ്സ്. അസ്ട്രോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്. ഫോബിയ, പെർസിസ്റ്റന്റ് ഫിയർ ഓഫ് ഹെയർ. ഓക്കെ.
അടുത്ത ചോദ്യം നോക്കുക, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ബാലു അപ്പോസ്ട്രോഫി റിട്ടേൺ ദ ബുക്ക്. കാണാം ബാലൂസ് എന്ന് വായിക്കും. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അപ്പോസ്ട്രോഫി നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ ഇടാം? ഒന്ന്, എന്തിനെ സൂചിപ്പിക്കാൻ? പൊസഷനെ സൂചിപ്പിക്കാൻ, ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാം. എന്നാൽ ഇത്തരത്തിൽ അപ്പോസ്ട്രോഫി ഇട്ടതിന് ശേഷം ഒരു വെർബ് ഫോം ആണ് വന്നിരിക്കുന്നത്. മനസ്സിലാക്കുക, ഉടമസ്ഥയെ സൂചിപ്പിക്കുന്ന പകരം സഹായക്രിയയുടെ ഷോർട്ട് ഫോം എഴുതാനാണ് ഇവിടെ. അപ്പം അപ്പോസ്ട്രോഫി നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ഉടമസ്ഥതയെ സൂചിപ്പിക്കും. രണ്ടാമത് എന്താണ്? സഹായക്രിയയെ സൂചിപ്പിക്കും. ഇവിടെ ഇട്ടിരിക്കുന്ന സഹായക്രിയയെ സൂചിപ്പിക്കുന്നത് സ് എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന സഹായക്രിയ. അതേതൊക്കെ വരാം? ഈശ്വരം, വാസ്വരം, ആസ്വരം. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന അതിനകത്ത് നമുക്ക് ഈസ് എന്ന ശബ്ദം കൊണ്ട് നമുക്ക് ഈസിനെ ഉദ്ദേശിക്കാം. ആസാണ് നമുക്ക് വേണമെങ്കിൽ ധരിക്കാം, വാസാണ് ധരിക്കാം. ഇനി ഇവിടെ ഏതായിരിക്കും വരിക? ഇവിടെ വരേണ്ടതെന്ന് പറയുന്നത് ഏതായിരിക്കണം? V3 ഇവിടെ വരേണ്ടത് നോക്കാം. അത് എന്തിനെ ആശ്രയിച്ചാ? ഇവിടുത്തെ വെർബിനെ ആശ്രയിച്ച്. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എന്താണ്? V3 ഫോമാണ്. ഇവിടുത്തെ വെർബ് V3 ഫോമാണ്. V3 ഫോം വരണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം V3ക്ക് മുമ്പ് വരാം. ഏതൊക്കെ വരാം? ഒപ്പം ആസ് വരാം, ആസ് വരാം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈസിനും വാസിനും ശേഷം V3 വരുവാണെങ്കിൽ അത് ഏത് വോയിസ് ആയിരിക്കും? പാസീവ് വോയിസ്. ആസിന് ശേഷമാണ് V3 വരുന്നെങ്കിൽ ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമ്മുടെ അടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഏത് വോയിസ് ആണ്? നോക്കുക, ബാലു കണ്ട ബുക്ക്. ബാലു ഇവിടെ ബുക്ക് രചിച്ചു എന്നർത്ഥത്തിലാണ്, അല്ലെങ്കിൽ എഴുതി എന്നർത്ഥത്തിലാണ്. അപ്പൊ അങ്ങനെ ബാലു ഇവിടുത്തെ എന്താണ്? സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അങ്ങനെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നുവെങ്കിൽ അതെന്തായിരിക്കും? ആക്റ്റീവ് വോയിസ്. അങ്ങനെ ആക്റ്റീവ് വോയിസിൽ വരുന്ന ഏതായിരിക്കും? ഇതാണ് ആക്റ്റീവ് വോയിസിൽ വരുന്നത്. പാസീവ് വോയിസ് ആണെങ്കിൽ ഈസോ വാസോ ആയിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന സെൻസ് പാസീവ് വോയിസ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഈസോ വാസോ ഊഹിക്കാം, അല്ലേ? നമ്മളെ ഊഹിക്കാമായിരുന്നു. അല്ല, ഇവിടെ ഇത് ആക്റ്റീവ് വോയിസ് ആണ്, വരത്തുള്ളൂ, ഹാസേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സഹായക്രിയ ഹാസ് ആണ്. ഹാസ് ഈ തന്നിരിക്കുന്ന ഏത് സെൻസ് ആണ്, ഏത് മീനിങ് ആണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്ക് അവിടെ നെഗറ്റീവ് മീനിങ്സ് നൽകുന്ന വാക്കുകളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആണ്. അപ്പൊ ഹാസിന്റെ കൂടെ ഇൻഡ് ചേർത്ത് നമുക്ക് എന്തെല്ലാം? ഹാസിന്റെ എഴുതാം, പിന്നെ ബാലുവിന് പകരം. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നോക്കുക, കാഷ് പ്ലാന്റ് ഫോറിൻ ഫ്രേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് കാറ്റ് പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? എ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്സ്. കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണ സ്വാതന്ത്ര്യം. ഒരാൾ എന്താണോ ചിന്തിക്കുന്നത് അത് ചെയ്യുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അവസ്ഥ. അങ്ങനെ നമ്മൾ കാഷ് പ്ലാന്റ് എന്ന് പറയും. ഇതാണ് കറക്റ്റ് ആൻസർ, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത് നോക്കുക, ദ ആന്റണിം ഓഫ് ദ വേർഡ് റിഡൻഡന്റ്. റിഡൻഡന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ്. റിഡൻഡന്റ് എന്ന് പറയുന്നത് ആവർത്തിക്കുന്നത്, അനാവശ്യമായത് എന്നൊക്കെയാണ് റിഡൻഡന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആവശ്യമുള്ളതെന്ന് വരാം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? നെസസറിയാണ്. ഇതാണ് കറക്റ്റ്. എക്സസീവ് നമുക്കറിയാമല്ലോ, എന്താണ്? അമിതമായത്. ഡിഗ്നിഫൈഡ്, വിശിഷ്ടമായത്. പോളജറ്റിക്, എന്താണ്? ഈ പറയുന്ന മാപ്പ് പറയുന്ന അർത്ഥത്തിലാണ് പോളജറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പശ്ചാത്താപമുള്ളത്. നോക്കുക, ചൂസ് ദ കറക്റ്റ് സെനൻസ്. അതിനകത്ത് തന്നിരിക്കുന്നത് ഏതാണ് ശരിയായ സെനൻസ്? നോക്കുക, ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി. ഐ ലെഫ്റ്റ് ഹോം ബിഫോർ ഹി. ഐ ഹാവ് ലെഫ്റ്റ് ഹോം അറ്റ് 7 in the morning. ഐ ഹാവ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി. ഇവിടെ നമുക്ക് ഈ സിയെ നമുക്കൊന്ന് ഫസ്റ്റിലെ പരിഗണിക്കാം. ഇവിടെ നോക്കാം, അറ്റ് 7 എന്ന് കൊടുത്തിട്ടുണ്ട്. 7 മണി എന്ന് പറയും. പിന്നെ 7 മണി എന്ന് പറയുമ്പോൾ അത് കൃത്യസമയമാണ്. കൃത്യസമയത്ത് കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തിലൊരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇത് ടെൻസിലേ പറയാവൂ, സിമ്പിൾ പാസ്റ്റിലേ പറയാവൂ. എന്നാൽ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പിന്നീട് നോക്കാം, ഇവിടെ ഐ ഹാവ് ലെറ്റ് ഹോം ബിഫോർ ഹി കെയിം എന്ന് പറയുമ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നു, ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ്. അങ്ങനെ വരാൻ പാടില്ല. ഒരേ ടെൻസിലെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ രണ്ട് വിഭിന്നമായ ടെൻസുകളാണ്, ഒന്ന് പ്രസന്റും ഒന്ന് പാസ്റ്റ്. അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ഇതും ഇവിടെ നോക്കുമ്പോൾ ഐ ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം പറയുമ്പോൾ ഇവിടെ ബിഫോർ എന്ന് വന്നിട്ടുണ്ട്. ബിഫോറിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. അതിന് മുന്നിൽ എന്ത് വരണം? പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെയും സിമ്പിൾ പാസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ബിഫോർ ഉണ്ട്, അതിനുശേഷം സിമ്പിൾ പാസ്റ്റ് വന്നു, അതിന് മുമ്പ് എന്ത് വരണം? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3. ഇവിടെ കറക്റ്റ് ആണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം. അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ചോദ്യപേപ്പറിൽ 10 ചോദ്യങ്ങളാണ്. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ദ ഓഫീസർ വെന്റ് ഡാഷ് ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓഫീസർ അനേക തവണ ആ റിപ്പോർട്ട് പരിശോധിച്ചു, എന്നിട്ട് അത് അപ്രൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പരിശോധിച്ചു എന്നൊരർത്ഥമാണ് വരുന്നത്.
അതായത് ഗോയുടെ കൂടെ, ഗോ എന്ന് പറയുമ്പോൾ എന്താണ്, പോവുക എന്നർത്ഥം. എന്നാൽ അതിന് ശേഷം ഒരു പ്രിപ്പോസിഷൻ, ഇപ്പൊ ഏതെങ്കിലും ഒരു വെർബിനോട് കൂടി നമ്മളൊരു പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു, ഫ്രേസൽ വെർബായി മാറും. അപ്പൊ അത്തരത്തിൽ ഇവിടെ പരിശോധിച്ചു എന്ന അർത്ഥം വരണമെങ്കിൽ ഗോയുടെ കൂടെ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത്, അതായത് പരിശോധിക്കുക അർത്ഥം വരണോ. ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്, അതുകൊണ്ട് ഇവിടെ ഗോയുടെ പാസ്റ്റ് ടെൻസ് രീതി എന്നേ ഉള്ളൂ, വെന്റ്. അപ്പൊ നമുക്ക് നോക്കാം, ഗോ അപ്പ് എന്താ അർത്ഥം. ഗോ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇതിനെ തന്നിട്ടുണ്ട് ഗോ അപ്പ്. നമുക്ക് നോക്കാം, ഞാൻ ഇതിനെ വെച്ചിട്ടുണ്ട്. ഗോ അപ്പ്, ഗോ അപ്പ്. ഗോ അപ്പ് എന്ന് വെച്ചാൽ ഇൻക്രീസ് എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ അസെന്റ് ഓർ ക്ലൈംബ്, കയറുക എന്നൊരർത്ഥമുണ്ട്. അതുപോലെ ബി കൺസ്ട്രക്റ്റഡ്, നിർമ്മിക്കുക എന്നർത്ഥമുണ്ട്. ബേൺ ഓർ എക്സ്പ്ലോർ എന്നൊരർത്ഥമുണ്ട്. ട്രാവൽ നോർത്ത് എന്നൊരർത്ഥം. അപ്പൊ ഇത്രയും അർത്ഥങ്ങളാണ് ഉള്ളത് ഗോ അപ്പ്. ഇവിടെ അങ്ങനെ പരിശോധിക്കുക എന്നൊരർത്ഥം വരുന്നുണ്ടോ? അങ്ങനെ ആകുമ്പോൾ ഗോ അപ്പ് എഴുതാൻ പറ്റത്തില്ല. ഗോ അപ്പ് ഇവിടെ പറ്റില്ല. ഈ ഗോ ഓവർ നമുക്ക് നോക്കാം. നോക്കുക, ഗോ ഓവർ എന്ന് പറയുമ്പോൾ അതിനും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഗോ ഓവർ നോക്കുക, റിവ്യൂ ഓർ എക്സാമിൻ ഇത് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഗോ ഓവർ ആൻഡ് പരിഗണിക്കാം. ഈ വേറെ അർത്ഥമുണ്ട്, ക്രോസ് ഓർ പാസ് ഓവർ എന്നൊരു അർത്ഥമുണ്ട്. വിസിറ്റ് ഓർ ചെക്ക് എന്നൊരു അർത്ഥമുണ്ട്. ഡിസ്കസ് ഓർ എക്സ്പ്ലെയിൻ എന്നൊരു അർത്ഥമുണ്ട്. ഇതിന് ഗോ ഓവർ. അപ്പോൾ നമുക്കിവിടെ പരിശോധിക്കാൻ അർത്ഥം നൽകുന്നത് ഗോ ഓവർ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഗോ ഓൺ നമുക്കറിയാം കണ്ടിന്യൂ എന്നാണ് അർത്ഥം. ഗോ ഓൺ കണ്ടിന്യൂ അല്ലെ, കണ്ടിന്യൂ എന്നാണ് ഗോ ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂ ഓർ പ്രൊസീഡ്. ഇനി വേറെ അർത്ഥമുണ്ട്, എന്താണ്, ഹാപ്പൻ ഓർ ഓക്കർ, സംഭവിക്കുക എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ ടോക്ക് ഓർ സ്പീക്ക് എന്നൊരർത്ഥമുണ്ട്. ലാസ്റ്റ് ഓർ എൻഡർ എന്നൊരു, ഫിറ്റ് ഓർ ടേൺ ഓൺ എന്നൊക്കെ അർത്ഥം ഇതിലുണ്ട് ഗോ ഓൺ. അതുപോലെ ഗോ ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പ്ലോഡ് എന്ന അർത്ഥം, പൊട്ടിത്തെറിക്കുക എന്നർത്ഥം. ഇനി വേറെ അർത്ഥമുണ്ട്, എന്താ, സ്പോയിൽ ഓർ ബിക്കം ഇനെഡിബിൾ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ മേക്ക് എ ലൗഡ് നോയ്സ് എന്നൊരർത്ഥമുണ്ട്. റിയാക്ട് സ്ട്രോങ്ലി, ഒക്കർ സഡൻലി എന്നൊരു അർത്ഥം. ഇതുപോലെ വ്യത്യസ്ത അർത്ഥങ്ങളും ഓരോ ഫ്രേസൽ വെർബ്സിനും ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ സാഹചര്യത്തിന് കറക്റ്റായിട്ട് എഴുതേണ്ടത്. ഇവിടെ റിപ്പോർട്ട് പല പ്രാവശ്യം പരിശോധിച്ചു എന്നാണ് വേണ്ടത്. ഗോ ഓവർ ആണ്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഗോയുടെ പാസ്റ്റ് വെന്റ് എന്നാക്കി. ഓഫീസർ വെന്റ് ഓവർ ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്പ്. കറക്റ്റ് ആൻസർ. ഈ 10 ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ട്രെയിനി എന്ന് പറഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.